നമസ്കാരം. പലിശ കുറയ്ക്കുന്നതിനെ സംബന്ധിച്ചുള്ള വലിയൊരു തർക്കം ഇപ്പോൾ നടക്കുകയാണ്. അതായത് റിസർവ് ബാങ്ക് കഴിഞ്ഞ 10 തവണയായിട്ട് റിപ്പോ നിരക്കിൽ, അതായത് അടിസ്ഥാന പലിശ നിരക്കിൽ ഒരു മാറ്റവും വരുത്താതെ 6.5% എന്ന നിലയിൽ നിലനിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഒക്ടോബർ മാസം വന്നപ്പോൾ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പിൻ്റെ കണക്ക് പ്രകാരം പണപ്പെരുപ്പ നിരക്ക് 6.21%. സെപ്റ്റംബറിൽ ഇത് 5.49% മാത്രമായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഈ പണപ്പെരുപ്പ നിരക്ക് ഇങ്ങനെ കുതിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ റിസർവ് ബാങ്കിന് പലിശ നിരക്ക് കുറയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അതായത് റിസർവ് ബാങ്ക് പ്രതീക്ഷിക്കുന്ന ഒരു സഹന പരിധി അല്ലെങ്കിൽ ഒരു നിലവാരം എന്ന് പറയുന്നത് പണപ്പെരുപ്പം 4% നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ 4% ഒതുങ്ങുന്നില്ല അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല, അതിനേക്കാളും ഉയരത്തിൽ 6.21% എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പലിശ നിരക്ക് കുറയ്ക്കാൻ റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു സാമ്പത്തിക രംഗത്തെ സാഹചര്യം അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലാണ് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്ന റിസർവ് ബാങ്കിൻ്റെ സമിതി. ആ സമയത്താണ് കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ കഴിഞ്ഞ ദിവസം CNBC സംഘടിപ്പിച്ച ഒരു ഗ്ലോബൽ ലീഡർഷിപ്പ് സമ്മിറ്റിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് റിസർവ് ബാങ്ക് എന്തായാലും പലിശ നിരക്ക് കുറയ്ക്കണം, കുറച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അതിന് അദ്ദേഹം ഒരു കാരണമായിട്ട് പറയുന്നത്, ഇപ്പോൾ ഇങ്ങനെ ഈ ഫുഡ് ഇൻഫ്ലേഷൻ, ഭക്ഷ്യ സാധനങ്ങളുടെ വില ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉയരുകയും കുറയുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പണപ്പെരുപ്പ നിരക്ക് കണക്കാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പലിശ നിരക്ക് മാറ്റം വരുത്താതിരിക്കുന്നതൊന്നും ശരിയല്ല എന്നുള്ളൊരു വ്യൂ അദ്ദേഹം അവിടെ പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് അതേ വേദിയിൽ ഈ ഗ്ലോബൽ ലീഡർഷിപ്പ് സമ്മിറ്റിൽ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ശക്തികാന്ത ദാസ് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താണ്? വലിയ തർക്കമാണ്. അതായത് റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുന്നില്ല, അത് കുറയ്ക്കണം എന്നുള്ള ഒരു രീതിയിലാണ് സർക്കാരിൻ്റെ ഒരു ഇംഗിതം എന്നാണ് മന്ത്രി പീയൂഷ് ഗോയലിൻ്റെ അഭിപ്രായ പ്രകടനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ എന്താ ഇപ്പോൾ പ്രശ്നം നമ്മളൊന്ന് മനസ്സിലാക്കുക. ആഗോളതലത്തിൽ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് ഗുരുതരമായൊരു പണപ്പെരുപ്പ സാഹചര്യമായിരുന്നു. ഇത് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും, അത് സാമ്പത്തിക ശക്തിയെന്നോ ദരിദ്ര രാജ്യമെന്നോ വികസന രാജ്യമെന്നോ ഒന്നും ഒരു ഭേദമില്ലാതെ തന്നെ എല്ലാ രാജ്യങ്ങളും കഴിഞ്ഞ 24 മാസത്തോളമായിട്ട് ഈ പ്രതിസന്ധി നേരിടുകയാണ്. അമേരിക്കയിൽ 40 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പം, അതായത് 9.21% അത് ഉയർന്നു. അതുകൊണ്ട് അമേരിക്ക നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഈ പണനയത്തിൻ്റെ ഈ ടൂള് തന്നെ എടുത്തുപയോഗിച്ചു, പലിശ നിരക്ക് ഉയർത്തി. അങ്ങനെ അവർ ഉദ്ദേശിച്ചത് 2% എന്ന തോതിലേക്ക് ഐഡിയലായിട്ട് പണപ്പെരുപ്പ നിരക്കിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ 2.4% പണപ്പെരുപ്പം. തുടർച്ചയായി പണപ്പെരുപ്പം കുറഞ്ഞു വരുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായി. അതുകൊണ്ട് അവർ ഒരു പലിശ നിരക്ക് കുറയ്ക്കുന്നൊരു സൈക്കിളിലേക്ക്, അല്ലെങ്കിൽ റേറ്റ് കട്ട് സൈക്കിൾ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചൈന അതേ പാത പിന്തുടർന്നിരിക്കുന്നു. ജപ്പാൻ പലിശ നിരക്ക് കുറച്ചിരിക്കുന്നു. ബ്രിട്ടൻ പലിശ നിരക്ക് കുറച്ചിരിക്കുന്നു. ഇവരുടെ എല്ലാം നടപടികൾ മൂലം അവർക്ക് ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു, പണപ്പെരുപ്പത്തെ വരുതിയിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ തരത്തിൽ അവർക്ക് പലിശ നിരക്ക് കുറയ്ക്കാൻ കഴിഞ്ഞത്. എന്നാൽ റിസർവ് ബാങ്ക് 10 മാസമായി മുമ്പ് ഉയർത്തി 6.5% റിപ്പോ നിരക്ക് ഇപ്പോഴും അതേ നിലയിൽ തുടരുന്നതിന് കാരണം ഈ ഉയർന്ന പണപ്പെരുപ്പം തന്നെയാണ്. അപ്പം പണപ്പെരുപ്പത്തെ ഇവിടെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇനി എന്തുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഈ പണനയ സമീപനത്തിൽ ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടും ഈ പണപ്പെരുപ്പം കുറയാതെ നിൽക്കുന്നത്? ഇന്ത്യയിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ പണപ്പെരുപ്പം ഉയർന്നു പോകുന്നത്? അത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരിക്കലും പണപ്പെരുപ്പത്തെയും വിലക്കയറ്റത്തെയും നിയന്ത്രിക്കുന്നത് കേന്ദ്ര ബാങ്കുകളുടെ മാത്രം നടപടി കൊണ്ടല്ല, അല്ലെങ്കിൽ
വായ്പാ നയത്തിൻ്റെ ക്രെഡിറ്റ് പോളിസിയുടെ ആധാരമായിട്ടുള്ള ആയുധങ്ങൾ ഈ പലിശ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുമെന്ന് പറയുന്ന ആ ആയുധം മാത്രം പ്രയോഗിച്ചുകൊണ്ട് പണപ്പെരുപ്പവും വിലക്കയറ്റവും നിയന്ത്രണ വിധേയമാകണം എന്നില്ല. അതിന് കേന്ദ്ര സർക്കാർ അതാത് രാജ്യത്തെ ഗവൺമെൻറ്റുകൾ ശക്തമായ നടപടിയെടുക്കണം. ഭക്ഷ്യവസ്തുക്കളുടെ പണപ്പെരുപ്പം ഇപ്പോൾ നമ്മുടെ ഫുഡ് ഇൻഫ്ലേഷൻ എടുക്കുകയാണെങ്കിൽ ഒക്ടോബർ മാസത്തിൽ 10.87%. സെപ്റ്റംബറിൽ അത് 9.24 പച്ചക്കറികളുടെ കാര്യം എടുത്താൽ വിലക്കയറ്റം അതിതീവ്രമാണ്. അത് സെപ്റ്റംബറിൽ 35.99% ഒക്ടോബറിൽ 42.18%. അപ്പോൾ ഈ രീതിയിലാണ് ആ ഫുഡ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. മൊത്തം പണപ്പെരുപ്പത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ അതിൽ 50% സ്വാധീനം ചെലുത്തുന്നത് ഭക്ഷ്യ ഇനങ്ങളുടെ വിലക്കയറ്റവും അതിൻ്റെ വിലയുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭക്ഷ്യവില നിയന്ത്രിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് റിസർവ് ബാങ്കിനെ പോലെ ഒരു കേന്ദ്ര ബാങ്കിന് ചെയ്യാൻ കഴിയുക? അപ്പോൾ ഭക്ഷ്യവില നിയന്ത്രിക്കണമെങ്കിൽ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കണമെങ്കിൽ അതാത് രാജ്യത്തെ ഗവൺമെൻറ്റുകൾ ഇടപെട്ട് ഒരു പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൂടെയോ ഈ അവശ്യ സാധനങ്ങൾ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിലേക്ക് എത്തിക്കുമ്പോഴാണ് മാർക്കറ്റിൽ സാധനങ്ങളുടെ വില കുറഞ്ഞു നിൽക്കുന്നതിന് സാധ്യതയുള്ളൂ. അതല്ലാതെ റിസർവ് ബാങ്കിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇവിടെ പീയൂഷ് ഗോയൽ പറയുന്നത് റിസർവ് ബാങ്ക് അങ്ങ് പലിശ നിരക്ക് കുറയ്ക്കണം. പലിശ നിരക്ക് കുറയ്ക്കാതിരിക്കുന്നതുകൊണ്ട് ഗവൺമെൻറ്റിനെ സമ്മർദ്ദത്തിലാക്കുന്നൊരു കാര്യം എന്താ അറിയാമോ? ഇപ്പോൾ 7% മുകളിൽ GDP വളർച്ചയുണ്ടാവും, 7.21% എന്നൊക്കെ റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും ഒക്കെ കണക്കൂട്ടുന്നുണ്ട്. പക്ഷെ അത്രയൊന്നും പോകില്ല. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ അത് 7% താഴെ പോകും എന്നാണ് ഏജൻസികൾ പലതും നിഗമനത്തിലെത്തിയിരിക്കുന്നത്. നൊമുറയെ പോലുള്ള ഏജൻസികൾ പറയുന്നത് അത് 6.5% എന്നാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ വലിയൊരു സമ്മർദ്ദത്തിലേക്ക്, സമ്പദ് വ്യവസ്ഥ ഒരു തകരാറിലേക്ക് പോകുന്നു, സ്ലോലി അതൊരു മാന്ദ്യത്തിലേക്ക് പോകുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയരും എന്നുള്ളത് കൊണ്ടാണ് ഈ പലിശ നിരക്ക് കുറച്ചു കൊടുത്ത് നിക്ഷേപകരെ സഹായിക്കണം എന്നുള്ളതിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് അവിടെ എടുക്കുന്ന സ്റ്റെപ്സാണ് എടുക്കേണ്ടത്. ഗവൺമെൻറ് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് ഈ മാർക്കറ്റിൽ ഇടപെടുക തന്നെ വേണം. അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ, എല്ലാ വികസിത രാജ്യങ്ങളും ആ രാജ്യങ്ങളിലെ ഭക്ഷ്യവില കുറയ്ക്കുന്നതിന് വേണ്ടി മാർക്കറ്റിൽ ഇടപെടുകയുണ്ടായി. അമേരിക്ക ഫുഡ് കൂപ്പൺ പോലെയുള്ള കാര്യങ്ങൾ വളരെ ശക്തമായി നടപ്പാക്കുകയുണ്ടായി. മറ്റു പല രാജ്യങ്ങളും അതേ രീതിയിലുള്ള നടപടികളിലേക്ക് പോവുകയുണ്ടായി. അല്ലെങ്കിൽ ജനങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന വിധത്തിൽ, വാങ്ങൽ ശേഷി ഉയർത്തുന്ന വിധത്തിൽ ഉത്തേജക പാക്കേജുകളുണ്ടായി. നമ്മുടെ രാജ്യത്ത് എന്താണ് ഉണ്ടായിരിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ ആളുകളുടെ പണമെത്തുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ നിന്നും അതുപോലുള്ള തൊഴിലുറപ്പ് പോലുള്ള പദ്ധതികളിൽ നിന്നൊക്കെ ഗവൺമെൻറ് പതുക്കെ പിൻവാങ്ങുകയാണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വില കുറയുന്നത്? അതുകൊണ്ട് പീയൂഷ് ഗോയലിനെ പോലുള്ള മന്ത്രിമാർ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. റിസർവ് ബാങ്കിനോട് അങ്ങ് പലിശ കുറയ്ക്കാൻ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പണപ്പെരുപ്പ് ഉയർന്നു നിൽക്കുമ്പോൾ മാർക്കറ്റിലേക്ക് വീണ്ടും പണം ഒഴുക്കാൻ കഴിയില്ല. അത് ഏതൊരു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ലഘുവായ പാഠങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും മനസ്സിലാവും. അവിടെ വില നിയന്ത്രിക്കുന്നതിന് നിങ്ങളാണ് ഇടപെടേണ്ടത്. നിങ്ങളുടെ സർക്കാർ ഇടപെടണം, കേന്ദ്ര സർക്കാർ ഇടപെടണം. അതിനെങ്ങനെയാണ്? റേഷൻ സമ്പ്രദായം തകർക്കണം, തൊഴിലുറപ്പ് പദ്ധതി തകർക്കണം, എല്ലാ സാമൂഹ്യക്ഷേമ പെൻഷനുകളും കൊടുക്കാതിരിക്കാൻ എങ്ങനെ പറ്റുമെന്ന് നോക്കുന്നു, സാമൂഹ്യക്ഷേമ പദ്ധതികൾ ആകെ അട്ടിമറിക്കുന്നു. ഇങ്ങനെയുള്ളൊരു ഗവൺമെൻറ്റാണ് പീയൂഷ് ഗോയലിൻ്റെ ഗവൺമെൻറ്, മോഡി ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പണപ്പെരുപ്പം ശക്തമായി തുടരും. ഇപ്പോൾ എന്താ പ്രശ്നം? നേരത്തെ ആലോചിച്ചു. അമേരിക്ക റേറ്റ് കട്ട് നടത്തിയപ്പോൾ അതിനെ പിന്തുടർന്ന് ചൈന റേറ്റ് കട്ട് നടത്തിയപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. ഒന്നും നടന്നില്ല. റേറ്റ് കട്ട് നടത്താൻ പറ്റുന്നില്ല. ഇനി ഡിസംബറിലാണ് അടുത്ത പണനയ അവലോകന സമിതിയുടെ യോഗം. നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ആ രീതിയിലേക്ക് വിലക്കയറ്റവും പണപ്പെരുപ്പവും ഉയർന്നു പോയിരിക്കുന്നു. അപ്പോൾ ഗവൺമെൻറ് പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിൽ, വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ, മാർക്കറ്റിൽ ഇടപെടുന്നതിൽ, സാധാരണക്കാർക്ക് സഹായം എത്തിക്കുന്ന കാര്യത്തിൽ, അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ എത്തിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിട്ട്, അതിൽ ദയനീയമായിട്ട് അവർ പരാജയപ്പെട്ടിട്ട് അവർ റിസർവ് ബാങ്കിനെ കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ എന്തെങ്കിലും ആരുടെയെങ്കിലൊക്കെ ഏതെങ്കിലും സമ്മിറ്റിൽ പോയി കയ്യടി വാങ്ങുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുന്ന മന്ത്രിമാരുടെ ദയനീയ ചിത്രമാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത്. ഇതാണ് മോഡി സർക്കാരിൻ്റെ നിലപാടെന്ന് പറയുന്നത്.
അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം മാർക്കറ്റിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. മാർക്കറ്റ് തീരുമാനിക്കും വിലയൊക്കെ, അല്ലെങ്കിൽ അദാനിയും അംബാനിയും ഒക്കെ തീരുമാനിക്കും. അതനുസരിച്ച് ആവശ്യമുള്ളവർ വാങ്ങിക്കുക, കാശുള്ളവൻ വാങ്ങിച്ച് കഴിക്കുക എന്ന സമീപനം എടുക്കുന്നവരാണ്. അപ്പോൾ വികസിത മുതലാളിത്ത രാജ്യങ്ങൾ പോലും ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്നോക്കം പോകാതെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുമ്പോൾ ഇന്ത്യയെപ്പോലെ ഒരു അവികസിത ദരിദ്ര രാജ്യത്തെ ഗവൺമെൻറ് എടുക്കുന്ന സ്റ്റെപ്സാണിത്. എന്നിട്ട് പബ്ലിക്കായിട്ട് പൊതുവേദിയിൽ വന്ന് റിസർവ് ബാങ്ക് കുറയ്ക്കുന്നില്ല, റിസർവ് ബാങ്ക് ശരിയല്ല, റിസർവ് ബാങ്കിൻ്റെ നടപടി അങ്ങനെയാണ്, വളർച്ച താഴെ പോകുന്നതിന് കാരണം റിസർവ് ബാങ്കാണ്. പ്രിയപ്പെട്ട പീയൂഷ് ഗോയലിനടക്കമുള്ള മന്ത്രിമാർ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയണം. ജനങ്ങൾക്ക് ക്ഷേമവും ആശ്വാസവും കൊടുക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റായി മാറണം. അതല്ല എന്നുള്ളത് കാലം ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്, അത് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയാണ്. വെറുതെ റിസർവ് ബാങ്കിനെ കുറ്റപ്പെടുത്തി കയ്യടി വാങ്ങാൻ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.